അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുമെന്ന് ഇലോൺ മസ്ക്. ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്ന് മസ്ക് ആവശ്യപ്പെട്ടു. വിവാദമായ എപ്സ്റ്റീൻ ഫയലുകളിൽ ട്രംപ് ഉൾപ്പെട്ടതിനാലാണ് അവ പുറത്തുവിടാത്തതെന്നും മസ്ക് ആരോപിച്ചു. മസ്കിന്റെ പ്രതികരണത്തിൽ നിരാശ പ്രകടിപ്പിച്ചു. ട്രംപ് സർക്കാർ സബ്സിഡികൾ നിർത്തലാക്കുമെന്ന് ഭീഷണി മുഴക്കി. ട്രംപിന്റെ സ്പേസ് എക്സ്, ടെസ്ല തുടങ്ങിയ കമ്പനികളുമായുള്ള കരാറിൽ നിന്ന് സർക്കാർ പിന്മാറുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുന്നു. ഐസൻ, ഈ ട്രംപിനെ വിടാതെ പിന്തുടരുന്നോ ഇലോൺ മസ്ക്? ട്രംപുമായുള്ള അഭിപ്രായ വ്യത്യാസം അതിശക്തമായി മാറിയിരിക്കുകയാണ് ഇലോൺ മസ്കിന്റെ ഭാഗത്തു നിന്നും. അത് വളരെ കൃത്യമായി ഇലോൺ മസ്ക് ഓരോരോ ദിവസങ്ങളായി ഓരോരോ ആരോപണങ്ങളും ഓരോരോ പ്രശ്നങ്ങളും കൃത്യമായി സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഡോജിന്റെ, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ മേധാവിയായി ട്രംപ് ആദ്യം നിയമിച്ച ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഗവൺമെന്റിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ആ പുതിയ വകുപ്പിന്റെ ഉദ്ദേശം തന്നെ. ആ വകുപ്പിന് നേതൃത്വം നൽകിയതും ഇലോൺ മസ്ക് ആണ്. ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ ഈ വകുപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനിടെയാണ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ബജറ്റ് ബിൽ ഉൾപ്പെടെയുള്ള ചില വിഷയങ്ങൾ ഉണ്ടാവുകയും ആ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇലോൺ മസ്ക് രാജിവെക്കുകയും ചെയ്ത്, രാജിവെച്ചതിന് ശേഷമാണ് അടുത്ത ചില നിലപാടുകൾ, ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരം നിലപാടുകൾ പുറത്തുവരികയും ഇലോൺ മസ്കിന്റെ ഭാഗത്ത് നിന്ന് പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇലോൺ മസ്ക് തന്റെ സമൂഹ മാധ്യമ കുറിപ്പുകളിൽ തുടർച്ചയായി ട്രംപിനെ വിമർശിക്കുന്ന ഒരു നീക്കങ്ങൾ, അല്ലെങ്കിൽ ട്രംപിനെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു നീക്കങ്ങളാണ് കാണുന്നത്. ഇതിന്റെ ഭാഗമായാണ് ബജറ്റ് ബിൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, അതായത് പുതിയ ബജറ്റ് സംവിധാനങ്ങളും പുതിയ സ്പെൻഡിംഗ് ബില്ലുകളും എല്ലാം തന്നെ രാജ്യത്തെ വലിയ കടക്കണിയിലും ബാധ്യതയിലുമാക്കും. അതുകൊണ്ട് ട്രംപ് ഇനിയും തുടർന്നാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ട്രംപിനെ ഇംപീച്ച് ചെയ്യണം. അത് വലിയൊരു ആവശ്യമായി തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഈ അടുത്ത ദിവസം ദിവസങ്ങളിൽ അധികാരമേറ്റ ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്ന് ട്രംപിനോടൊപ്പം നിന്നിരുന്ന ഒരു വ്യക്തി തന്നെ പറയുന്ന ഒരു സാഹചര്യം വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മാത്രമല്ല മറ്റ് പല പ്രശ്നങ്ങളും ഇതിന് പിന്നാലെ ഉടലെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് ഏറ്റവും സുപ്രധാനമായ ഘടകം എന്ന് പറയുന്നത് ട്രംപുമായുള്ള പ്രശ്നത്തിൽ, ആശയപരമായ പ്രശ്നങ്ങളിൽ ഇലോൺ മസ്കുമായുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിൽ തങ്ങൾക്ക് തലവേദന ഉണ്ടാക്കുന്നു എന്ന് ട്രംപ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഇംപീച്ച് ചെയ്യണമെന്നൊരു നിലപാട് തന്നെ വളരെ കൃത്യമായി ഇലോൺ മസ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല എപ്സ്റ്റീൻ ഫയൽസ് 2019 ദുരൂഹമായ ചില ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിടണമെന്ന ആവശ്യം അമേരിക്കയിൽ കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സംഭവം ഉണ്ടായ കാലഘട്ടം മുതലുണ്ട്. അത് പുറത്തുവിടാത്തത് ട്രംപ് ആ രേഖകളിൽ ഉണ്ട് എന്നതുകൊണ്ടാണ് എന്ന ഒരു ഗുരുതരമായ ഒരു ആരോപണം. അതായത് ഒരു കുറ്റകൃത്യത്തിന്റെ ആധികാരികമായ രേഖകളിൽ ട്രംപിന്റെ സാന്നിധ്യമുണ്ട് എന്ന രീതികളും, അതുപോലെ തന്നെ അത്തരത്തിലുള്ള വിഷയങ്ങളുള്ളതിനാൽ ആ രേഖകൾ പുറത്തുവിടുന്നതിന് ട്രംപ് തയ്യാറാകുന്നില്ല എന്നൊരു കടുത്ത ആരോപണം കൂടി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. തിരിച്ചടി അതിശക്തമായി ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ട്രംപ് ഇനി തുടർന്ന് ടെസ്ലയ്ക്കും അതുപോലെ തന്നെ സ്പേസ് എക്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കും നൽകിയിരിക്കുന്ന കരാറുകളിൽ നിന്ന് പിന്മാറുക, അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് നീങ്ങുമെന്ന് ട്രംപ് കൃത്യമായി ഇലോൺ മസ്കിനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടായതിനു ശേഷം, ഈ മെയ് മാസത്തിൽ ഇലോൺ മസ്കിന്റെ രാജി ഉണ്ടായതിനു ശേഷം ഈ അടുത്ത ദിവസങ്ങളിൽ കടുത്ത നിലപാടുകളും നടപടികളും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിലൊന്ന് ഏറ്റവും പ്രധാനമാണ് കരാറുകൾ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പ് ട്രംപ് നൽകിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഏറെ പ്രതീക്ഷയോടെ വന്ന ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരു സഖ്യത്തിന് സമാനമായ രീതിയിലുള്ള ശക്തനായ ഒരു ബിസിനസ്സുകാരനും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും ചേർന്ന് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ പരിഷ്കരിക്കുന്നതിനുള്ള ഒരു നീക്കം നടത്തുകയും ആ നീക്കം നടത്തിയത് അധികം താമസിയാതെ തന്നെ തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇപ്പോൾ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നത് അതിസങ്കീർണമായ ഒരു സാഹചര്യമാണ് അമേരിക്കയിൽ നിലനിൽക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ട്രംപും മസ്കും തമ്മിലുള്ള പോരാട്ടം കനക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.